6. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇസ്ലാമിലെ 5 മഹത്തായ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വിഗ്രഹാരാധകരായിരുന്ന കൽദാൻ ജനതയിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത്. അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള തൗഹീദിൽ വിശ്വാസത്തെ അദ്ദേഹം സംരക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഒരു ഉത്സവം ആഘോഷിക്കാൻ പോയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം വിഗ്രഹങ്ങളിൽ ഏറ്റവും വലുതൊഴികെ ബാക്കിയുള്ളവയെ തകർത്തു. എന്നിട്ട് കോടാലി വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ തൂക്കിയിട്ടു. അവർ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇബ്രാഹിം പറഞ്ഞു, ഒരുപക്ഷേ വലിയ വിഗ്രഹമായിരിക്കും ഇത് ചെയ്തത്. സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവനോട് ചോദിക്കുക. അദ്ദേഹം ഈ ബുദ്ധിപരമായ ചോദ്യം കൊണ്ട് അവരെ പരാജയപ്പെടുത്തി. അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവർ ഒരു വലിയ തീയിട്ട് അദ്ദേഹത്തെ അതിലേക്ക് എറിഞ്ഞു. അല്ലാഹുവിന്റെ ഇച്ഛയാൽ തീ അദ്ദേഹത്തെ ദഹിപ്പിച്ചില്ല. അദ്ദേഹം സുരക്ഷിതമായി പുറത്തുവന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തെ നിഷേധിച്ചു. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം പലായനം ചെയ്തു. അദ്ദേഹം തന്റെ ഭാര്യ സാറായോടൊപ്പം ഈജിപ്തിലേക്കും തുടർന്ന് പലസ്തീനിലേക്കും യാത്ര ചെയ്തു. ഈജിപ്തിൽ വെച്ച് അദ്ദേഹം ഹാജിറിനെ രണ്ടാമത്തെ ഭാര്യയായി വിവാഹം കഴിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതിരുന്ന ഇബ്രാഹീമിന് ഹാജിറിൽ ഇസ്മായിൽ എന്നൊരു മകനുണ്ടായി. പിന്നീട് സാറായിൽ ഇസ്ഹാക്ക് എന്ന മറ്റൊരു മകനുമുണ്ടായി. ഇസ്മായിൽ അറബികളുടെയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും പൂർവികനായി. ഇസ്ഹാക്ക് ജൂതന്മാരുടെയും ബനു ഇസ്രയേലിലെ പ്രവാചകന്മാരുടെയും പൂർവികനായി. ഇബ്രാഹീമും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം കഅബ നിർമ്മിച്ചു. കഅബ ആരാധനയുടെ കേന്ദ്രമായി മാറി. അവർ ഹജ്ജ് നിർവഹിക്കുകയും ജനങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്തു. തന്റെ മകൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ അല്ലാഹു ഇബ്രാഹീമിന് സ്വപ്നം കാണിച്ചു. ഇസ്മായിൽ പറഞ്ഞു, പിതാവേ, കൽപ്പിക്കപ്പെട്ടത് ചെയ്യുക. മകന്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ തടഞ്ഞു. ഓ ഇബ്രാഹീം, നീ നിന്റെ സ്വപ്നം പൂർത്തിയാക്കി. ഞങ്ങൾ ഈ വ്യക്തമായ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. തുടർന്ന് അല്ലാഹു ബലിയർപ്പിക്കാനായി ഒരു വലിയ മൃഗത്തെ അയച്ചു. ഖുർആനിൽ കൽപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ ഈ പാരമ്പര്യം ബലിപെരുന്നാൾ അല്ലെങ്കിൽ ഈദ് അൽ അദ്ഹാർ ആഘോഷിക്കുന്നതിലൂടെ തുടരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം 175 വയസ്സിൽ ജെറുസലേമിൽ വച്ച് അന്തരിച്ചു. അദ്ദേഹം അല്ലാഹുവിന്റെ അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ ഖലീൽ എന്നറിയപ്പെടുന്നു. 7. ലൂത്ത് അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് അലൈഹിസ്സലാം. അവർ ബാബിലോണിൽ നിന്ന് ഷാമിലേക്ക് അഥവാ ഗ്രേറ്റർ അസ്രിയയിലേക്ക് ഒരുമിച്ചു പലായനം ചെയ്ത ശേഷം ലൂത്തിനെ സൊദോം ജനതയിലേക്ക് പ്രവാചകനായി അയച്ചു. ഈ പ്രദേശം ഇന്നത്തെ ജോർദാൻ, ചാവുകടൽ പ്രദേശങ്ങളിലാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രളയത്തിന് ചില നൂറ്റാണ്ടുകൾക്ക് ശേഷം BCE 2000-നടുത്ത് മെസപ്പൊട്ടേമിയൻ നാഗരികതകൾ ഉയരുന്ന കാലത്താണ് ഈ സംഭവങ്ങൾ നടന്നത്. ഒരത്ഭുതമായി ലൂത്ത് തെളിഞ്ഞ ആകാശത്ത് നിന്ന് മഴ പെയ്യിച്ചു, കല്ലുകളോട് സംസാരിച്ചു. ഈ അത്ഭുതങ്ങൾ അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾക്ക് തെളിയിച്ചു. എന്നാൽ സൊദോം ജനത വിഗ്രഹങ്ങളെ ആരാധിച്ചു. ലോകമതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുതരം ബന്ധത്തിൽ അവർ ഏർപ്പെട്ടു, അതായത് സമഭോഗരതി. എന്നാൽ ഈ പ്രവൃത്തികൾ വ്യക്തിപരമായ പാപങ്ങൾ മാത്രമായിരുന്നില്ല. അവ മറ്റുള്ളവരിൽ അടിച്ചമർത്തപ്പെടുകയായിരുന്നു. അവർ യുവാക്കളെ ആക്രമിക്കുകയും അടിമകളാക്കുകയും ചെയ്യുമായിരുന്നു. ധനികരായ പുരുഷന്മാർ ചെറുപ്പക്കാരെ സ്വത്തായി കണക്കാക്കി. അവർ വഴികൾ തടഞ്ഞ് പുരുഷ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമായിരുന്നു. വ്യവസ്ഥയായി മാറിയിരുന്നു. ഖുർആൻ അവരുടെ പെരുമാറ്റം ഇങ്ങനെ വിവരിക്കുന്നു: നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയും വഴികൾ തടയുകയും നിങ്ങളുടെ സദസ്സുകളിൽ ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. സൂറത്തുൽ അൻകബൂത്ത് 29. ലൂത്ത് അലൈഹിസ്സലാം അവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർ വിസമ്മതിക്കുകയും കൂടുതൽ ആക്രമണകാരികളാവുകയും ചെയ്തു. ലൂത്തിനെയും കുടുംബത്തെയും നഗരത്തിൽ നിന്ന് പുറത്താക്കുമെന്നുപോലും അവർ ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം 3 അപരിചിതർ ആകാശത്തുനിന്ന് വന്നു. അവർ സുന്ദരന്മാരായ യുവാക്കളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ലൂത്തിന്റെ വീട്ടിൽ അതിഥികളായി താമസിച്ചു. നഗരത്തിലെ ആളുകൾ ഒരുമിച്ചുകൂടി ഈ അതിഥികളെ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അവരെ ആക്രമിക്കാൻ അവർ ആഗ്രഹിച്ചു. ലൂത്ത് ഭയപ്പെട്ടു.
എന്നാൽ അതിഥികൾ തങ്ങൾ മലക്കുകളാണെന്ന് വെളിപ്പെടുത്തി. ലൂത്തിനോട് വിശ്വാസികളോടൊപ്പം രാത്രിയിൽ നഗരം വിട്ടുപോകാൻ അവർ പറഞ്ഞു. ആ രാത്രിയിൽ ലൂത്തും കുറച്ച് വിശ്വാസികളും രക്ഷപ്പെട്ടു. പ്രഭാതത്തോടെ നഗരം തലകീഴായി മറിഞ്ഞു. ആകാശത്തുനിന്ന് കല്ലുകൾ വർഷിക്കുകയും ദുഷിച്ച ആളുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇസ്ലാമിക വീക്ഷണത്തിൽ അവർ സ്വവർഗഭോഗം ചെയ്തതുകൊണ്ട് മാത്രമല്ല നശിപ്പിക്കപ്പെട്ടത്. അവർ ഈ ജീവിതശൈലി സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും ദുർബലരെ തട്ടിക്കൊണ്ടുപോവുകയും കൂട്ട ആക്രമണങ്ങൾ സാധാരണമാക്കുകയും ചെയ്തതിനാണ് ശിക്ഷിക്കപ്പെട്ടത്. ഈ കൃത്യമായ കാരണം കാണിക്കാനാണ് 3 സുന്ദരന്മാരായ യുവാക്കളുടെ കഥ ഖുർആനിൽ പറയുന്നത്. 8. ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മൂത്ത മകനും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിലൊരാളുമാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മാതാവ് ഹാജരായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിൽ വിട്ടുമടങ്ങി. ഹാജർ വെള്ളം തേടി സൊഫാ മർവ കുന്നുകൾക്കിടയിൽ ഓടുന്നതിനിടയിൽ സംസമുറവ അത്ഭുതമായി ഭൂമിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഇസ്മായിൽ വളർന്നു വലുതായപ്പോൾ ജുർഹും ഗോത്രത്തിലേക്ക് പ്രവാചകനായി അയക്കപ്പെട്ടു. അദ്ദേഹം അല്ലാഹുവിന്റെ മതം അവരെ പഠിപ്പിച്ചു. ആരാധനയിലേക്ക് ആളുകളെ ക്ഷണിച്ചു. നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും അവരെ പഠിപ്പിച്ചു. അമ്പെയ്ത്തിലും കുതിരസവാരിയിലുമുള്ള വൈദഗ്ധ്യത്തിന്റെ പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇസ്മായിൽ അലിഹിസ്ലാം അറബി ഭാഷ പുനരുജ്ജീവിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. മുള്ളുള്ള മരങ്ങളിൽ പഴങ്ങൾ വളർത്താനും ആടുകൾക്ക് പാല് നൽകാനും കാരണമാകുന്ന അത്ഭുതങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം മക്കയിൽ വെച്ച് മരണപ്പെട്ടു. കഅബയുടെ അടുത്ത് ഹിജർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ 9ാമത്തെ പ്രവാചകനായി പറയുന്നു ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇബ്രാഹിമിന്റെ 2ാമത്തെ മകനും അദ്ദേഹത്തിന്റെ മാതാവ് സാരയുമായിരുന്നു. ഇന്നത്തെ പലസ്തീൻ പ്രദേശമായ കാനാൻ ദേശത്തേക്കാണ് അദ്ദേഹത്തെ പ്രവാചകനായി അയച്ചത്. അദ്ദേഹം സഹോദരൻ ഇസ്മായിലിനോടൊപ്പം മക്ക സന്ദർശിക്കുകയും പിന്നീട് തന്റെ പിതാവിന്റെ മതം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇസ്ഹാക്കിനെ ഖുർആൻ അല്ലാഹുവിനോട് ഭക്തിയുള്ള നീതിമാനും സത്യസന്ധനും സമർപ്പിതനുമായ ഒരു നല്ല ദാസനായി വിവരിക്കുന്നു. പ്രവാചകനായിരുന്ന യാക്കൂബിന്റെ പിതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളിൽ മൃഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ചതും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ഒരു പർവ്വതം നീങ്ങിയതും ചത്ത മൃഗങ്ങളെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഉൾപ്പെടുന്നു. അദ്ദേഹം 120ാമത്തെ വയസ്സിൽ പലസ്തീനിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം അലഹിസ്സലാമിനെയും അടക്കം ചെയ്ത ഹെബ്രോൺ നഗരത്തിലാണ് അദ്ദേഹത്തിന്റെ ഖബറിടം. 10ാമത്തെ പ്രവാചകനായി പറയുന്നു യാക്കൂബ് അലഹിസ്സലാം. ഇബ്രാഹിം അലഹിസ്സലാമിന്റെ പേരക്കുട്ടിയും ഇസ്ഹാഖ് അലഹിസ്സലാമിന്റെ മകനുമാണ് യാക്കൂബ് അലഹിസ്സലാം. ഇസ്രായേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികളെ ബനു ഇസ്രായേലിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് 12 മക്കളുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഇസ്രായേൽ ഗോത്രങ്ങൾ വന്നത്. അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് പ്രവാചകനായി അയച്ചു. ജനങ്ങളെ അല്ലാഹുവിൽ വിശ്വസിക്കാൻ ക്ഷണിച്ചു. തന്റെ മകനായ യൂസുഫിനോടുള്ള അതിയായ സ്നേഹം കാരണം മറ്റു മക്കൾക്ക് അസൂയയുണ്ടായിരുന്നു. യാക്കോബ് സഹിക്കേണ്ടി വന്ന ഒരു പരീക്ഷണമായിരുന്നു അത്. ഏറ്റവും ക്ഷമയുള്ള പ്രവാചകന്മാരിലൊരാളായി ഖുർആൻ യാക്കൂബിനെ പരിചയപ്പെടുത്തുന്നു. മകന് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പരാതി പറഞ്ഞില്ല, മറിച്ച് എന്റെ ദുഃഖവും സങ്കടവും ഞാൻ അല്ലാഹുവിനോട് മാത്രമേ പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നു പറഞ്ഞു. സൂറത്ത് യൂസുഫ് 86. മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ചു, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ദൈവത്തെയും ഏകസത്യദൈവത്തെയും ഞങ്ങൾ ആരാധിക്കും. യാക്കൂബ് അലൈഹിസ്സലാം ഈജിപ്തിൽ വെച്ചു മരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തെ പലസ്തീനിലേക്ക് കൊണ്ടുപോയി പിതാവ് ഇസ്ഹാഖിന്റെ അടുത്ത് അടക്കം ചെയ്തു. 11. യൂസുഫ് അലൈഹിസ്സലാം.